നെറുകയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ജയ്ഹിന്ദ് ടിവിയിലെ മാന്യ പ്രേക്ഷകർക്ക് അൽ ജവാബ് എന്ന നിങ്ങളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിജ്ഞാന തീരത്തിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഖിയാമത്ത് നാൾ, പരലോകം, ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വളരെ ചുരുങ്ങിയ ആയത്തുകൾ കൊണ്ട് അത്ഭുതങ്ങളേറെ പ്രതിപാദിക്കുന്ന ഘോരശബ്ദം എന്ന പേരിട്ടിരിക്കുന്ന സൂറത്തുൽ ഖാരിഅയുടെ വിശദീകരണത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോ ആഴ്ചയിലും നോട്ട് ചെയ്ത് വലിയ ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോ ആഴ്ചയിലും കിട്ടുന്നത് പഠിച്ച് നമ്മുടെ കുടുംബത്തിനൊക്കെ പിന്നീട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമുക്ക് ധാരാളം കാര്യങ്ങൾ അൽ ജവാബിലൂടെ പറയാനുണ്ട്. പഠിച്ചതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടുന്ന കാര്യമില്ല. ഖുർആൻ ഒരു വല്ലാത്ത സാഗരമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത പ്രതിപാദ്യ വിഷയങ്ങൾ ധാരാളം അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ആഴ്ചയിലും പറയുന്ന പുതുമകളെ, കൗതുകങ്ങളെ, അറിവുകളെ പ്രത്യേകിച്ച് നോട്ട് ചെയ്തെടുത്ത് വെച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിന് അൽഹംദുലില്ലാഹ് ജനപിന്തുണയും പിന്നെ പ്രാർത്ഥനയും ഒക്കെ കൂടിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഖാരിഅയുടെ സമാപന ഭാഗം. നന്മയുടെ ത്രാസിൽ ഭാരം കൂടിയാൽ അവർക്ക് നല്ല തൃപ്തിയുള്ള ജീവിതം, ഭാരം കുറഞ്ഞാൽ അവർക്ക് ഉമ്മുഹു ഹാവിയ, അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് ഹാവിയയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഹാവിയ എന്ന വാക്കിനെ കുറിച്ച് അറബി നിഘണ്ടു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ സാധനം മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഗാധ ഗർത്തത്തിനാണ് ഹാവിയ എന്ന് പറയുന്നത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ഭയാനകരമായ ശബ്ദം കേട്ടു. ഞങ്ങളെല്ലാം ഞെട്ടിത്തെരിച്ചുപോയി. നബി തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, നബി എന്ത് ശബ്ദമാണ് ഈ കേട്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 70,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കല്ലെറിഞ്ഞത് ഇപ്പോൾ അത് നിലത്തു വന്ന് വീണ ഘോര ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞു. ഇതൊരു നരകത്തിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. നരകത്തിന്റെ ആഴം, ഒരു കല്ല് അതിവേഗം സഞ്ചരിച്ചാൽ 70,000 കൊല്ലമെത്തും അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ എത്താൻ. അത്രത്തോളമാണ് നരകത്തിന്റെ അഗാധമായ ഗർത്തം എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നു, നന്മയുടെ തട്ടിൽ നാളെ ആഖിറത്തിൽ ഭാരം കുറഞ്ഞുപോയി. തിന്മ മാത്രമേ ഉള്ളൂ. സീരിയലുണ്ട്, സിനിമയുണ്ട്, ഫസാദുണ്ട്, ഈബത്തുണ്ട്, കള്ളുകുടിയുണ്ട്, ഒക്കെയുണ്ട്. കുടുംബത്തിൽ പരസ്പരം ഏഷണി, പരദൂഷണം പറഞ്ഞു കൂട്ടിയടിപ്പിച്ചു, പൊരുത്തമില്ലാത്ത മുതൽ തിന്നു, വസ്തു വെട്ടിപ്പിടിച്ചു, ആകെ ഹറാമും തെറ്റും തിന്മകളും മാത്രം. അങ്ങനെ നന്മ കുറഞ്ഞുപോയി. ഉള്ള നന്മ എല്ലാവരും വീതിച്ചു കൊണ്ടുപോയി. അങ്ങനെയുള്ളവരുടെ വാസസ്ഥലം ഹാവിയ, ഈ പറഞ്ഞ അഗാധമായ ഗർത്തമാണ്. അങ്ങനെ പറഞ്ഞ് അള്ളാഹ് നിർത്തിയെങ്കിൽ നമുക്കൊരു ചെറിയ സമാധാനം കിട്ടിയേനെ. പക്ഷെ നിർത്തുന്നില്ല. അള്ളാഹു ചോദിക്കുന്നു, വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അതാണ് പടച്ചവന്റെ ഒരു ശൈലി. നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഭയാനകരമാണെന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹ് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പറയും. എത്ര ഭയാനകരമാണ് ആ ഭാഗം. വമാ അദ്റാക മാ ഹിയ, നബിയെ, ആ ഹാവിയ എന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ വലിച്ചെറിയും. അവന്റെ വാസസ്ഥലം അതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന്, മാ ഹിയ, അതെന്താണെന്ന് നബി അങ്ങക്കറിയോ? നാറുൻ ഹാമിയ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാണ്. ആ തീ കെട്ടുപോകുന്നില്ല, അതിങ്ങനെ കത്തി 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 പടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം കൊടുക്കും എന്ന് നബിതങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, പടച്ചവനെ
നിന്റെ സ്വർഗം വാങ്ങാൻ ഒരു യോഗ്യതയും എനിക്കില്ല അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. നമ്മളോ ഇച്ചിരി പോന്ന അമലും എടുത്ത് തലയെ വെച്ചുകൊണ്ട് നമ്മളാണ് വലിയ ദീനിന്റെ ആളുകളെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. പള്ളിയിലും പിന്നെ സ്കൂളിലും മദ്രസയിലും നാട്ടിലും ഒക്കെ ചെറിയ ഒരു അധികാരം കിട്ടിയാൽ പിന്നെ നമ്മളാണ് മിടുക്കൻ. ചില പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നടക്കുന്ന കണ്ടാൽ അള്ളാഹുവെ ലോകം മുഴുവനും അയാളുടെ തലയിലുള്ള പവറിലാണ് നടക്കുന്നത്. ചില പരിപാലന സമിതി, ചില ദീനീ പ്രവർത്തകരെന്ന് അവകാശപ്പെടുത്തുന്നവരൊക്കെ നടക്കുന്നത് കണ്ടാൽ സ്വർഗമൊക്കെ അവർക്ക് അള്ളാഹ് എഴുതി കൊടുത്തതുപോലെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്തിട്ട് അത് അവകാശപ്പെടാൻ നമുക്ക് വല്ല യോഗ്യതയുമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളും ഈ സൂറത്തുകളൊക്കെ ഓർമ്മിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ലസ്തുലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സ്വർഗത്തിന് ഞാൻ യോഗ്യതയുള്ളവനല്ല അല്ലാ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ ഓർക്കണം, ആഖിറത്തിൽ നമ്മുടെ അമലുകളെല്ലാം 4 ഭാഗത്തിൽ നിന്ന് എല്ലാവരും വാങ്ങിക്കൊണ്ടു പോകുമ്പോഴും ഒരു അമൽ ആർക്കും വാങ്ങിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഏതാണ് അമൽ? ഒസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉളു എടുത്തതിന് ശേഷം ഒരാൾ 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് ഓതി ശരീരത്തിൽ ഊതിയാൽ അതൊരു പടച്ചോന് ഇഷ്ടപ്പെട്ട ഒരു അമലാണ്. ഉളു എടുത്തതിന് ശേഷം 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിയാൽ ഫസാദ്, ഈബത്ത്, കളവ് പറഞ്ഞവരൊക്കെ നമ്മുടെ അമലുകൾ ഇങ്ങനെ കൊണ്ടുപോകും. ഈ ഒരു അമലിന്റെ പ്രതിഫലം ആർക്കും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നിനക്ക് തന്നെ തരുമെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ അമലൊക്കെ ചെയ്ത് സുബ്ഹാനല്ലാഹി ബിഹംദിയൊക്കെ ചൊല്ലി ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പഠിക്കുന്നത് സൂറത്തുൽ ആദിയാത്ത് എന്നാണ്. ഒരു വലിയ സത്യം അള്ളാഹു ചെയ്യുന്നുണ്ട്. ആ സത്യം ഏതെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കും. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന മനോഹരമായ ദുആയിലേക്കും പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, വഴി കൊടുക്കാത്തവർക്ക് ഖബറിലുള്ള ശിക്ഷ എന്താണ്? ജുനൂബ് പൂന്തുറന്നു. ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അയൽവാസികളെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ ഇന്ന് പലപ്പോഴും ഒരു വസ്തു വാങ്ങിയാൽ അവർക്കതിനെ നടക്കാൻ വഴി കൊടുക്കൂല, ഇതിലെ നടക്കാൻ വഴി കൊടുക്കൂല. അത് വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ അയൽവാസികളെ ഉപദ്രവിക്കുക അതൊരു രസമായിട്ട് കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട്. ധാരാളം ശിക്ഷകൾ പല ഹദീസിലും കാണാം. അതിൽ പ്രധാനമായും പറയുന്നത് ഖബറിന്റെ അകത്തുനിന്ന് അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ കൈകാലുകളില്ലാത്തവരായിട്ട് ഖബറിന്റെ അകത്തുനിന്ന് പരലോകത്തേക്ക് വരുമെന്നാണ്. മറ്റുള്ളവർക്ക് സൗകര്യമുണ്ടായിട്ട് കൂടി ഒരു വഴി തരപ്പെടുത്തി കൊടുക്കാതെ ജീവിച്ചവർ കൈകാലുകളില്ലാതെ പിന്നെ ഖബറിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരും. പിന്നെ ഖബറിന്റെ അകത്തെ അദാബുകൾ, ശിക്ഷകൾ, നരകത്തിൽ പിന്നെ ആഴമുള്ള ഗർത്തത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അള്ളാഹുവിന് വലിയ സങ്കടമാണ്. അത് സൂക്ഷിക്കുക. കഴിവിന്റെ പരമാവധി സഹകരണ മനോഭാവത്തോടെ അയൽവാസികളുമായി ബന്ധപ്പെട്ട് കഴിയുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമസ്കാര സമയം മുടി, കാല് പുറത്തു കണ്ടു, ശരിയാക്കിയിട്ട് ശരിയാകുന്നില്ല. തുടർച്ചയായ 3 അനക്കം കൊണ്ട് നമസ്കാരം ബാത്തിലാകുന്നത് കൊണ്ട് നമസ്കാരത്തിൽ നിന്നും വിരമിക്കണോ? അറിയാതെയാണ് പുറത്തായതെങ്കിൽ ആ നമസ്കാരം ബാത്തിലാകുമോ? ഒരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഔറത്ത് വെളിവായ നമസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ പെണ്ണിന്റെ തല, കാല് ഇതൊക്കെ വെളിവായ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് കണ്ടു. അപ്പോൾ അടുത്ത നിസ്കാരം പിന്നെ 2 അനക്കം കൊണ്ട് അതിനൊന്ന് മറയ്ക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. 3ാമത് അനങ്ങിയ നിസ്കാരം ബാത്തിലാവുമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവൂല. ഇനി അറിഞ്ഞില്ല ഇന്നലെ ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചതല്ല, മുടി വെളിയിലായോ കാല് വെളിയിലായോ എന്ന് സംശയിച്ചാൽ ആ നിസ്കാരം ശരിയാവും, കുഴപ്പമില്ല. പക്ഷെ പൂർണ്ണമായി ഞാൻ ഔറത്ത് തല തുറന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ കാല് വെളിയിൽ കാണിച്ചിട്ടാണോ റബ്ബെ നിസ്കരിച്ചത് എന്നൊരു പെണ്ണിന് ഉറപ്പായാൽ ആ നിസ്കാരം ശരിയാവില്ല. കാരണം ഔറത്ത് വെളിവായാൽ ഒരിക്കലും നിസ്കാരം ശരിയാവുന്നതല്ല, നിസ്കാരം ബാത്തിലാവുന്നതാണ്. തൈലം, കുഴമ്പ് എന്നിങ്ങനെയുള്ളവ രാത്രി കിടക്കുമ്പോൾ ദേഹത്ത് പുരട്ടിയിട്ട് രാവിലെ കുളിക്കാതെ നമസ്കരിക്കാമോ? സീനത്ത്, കൊല്ലത്ത് നിന്നും. കുളിക്കാതെ നിസ്കരിച്ചാൽ ശരിയാകുമോ എന്ന് ചോദിച്ചാൽ, ഉളൂ കുളിയൊക്കെ ശരിയാകണമെങ്കിൽ ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു സംഭവം ശരീരത്തിലില്ലാതിരിക്കണം. തൈലം, എണ്ണ പോലുള്ളത് ചില കൊഴുപ്പുള്ളതാണെങ്കിൽ പോലും വെള്ളം നമ്മൾ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് മാറി ശരീരത്തിനോട് ചേരുന്നത്, അതൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല. അതല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉളുവും കുളിയും ശരിയാവുകയില്ല. അപ്പോൾ അങ്ങനെ തടസ്സമില്ലാത്തതാണ്. എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഈ തേച്ച കുഴമ്പും തൈലവും ഒന്നും
എൻ്റെ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തുവല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഉളുവും കുളിയും ഒക്കെ ശരിയാകുന്നതാണ്. സാഹചര്യം കൊണ്ട് ഖുർആൻ പഠിക്കാത്ത ഒരു സഹോദരിയാണ് ഞാൻ. അതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? നസീമ അബ്ദുൽ കരീം കാസർഗോഡ് നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. സാഹചര്യം എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ചിലപ്പോ ഉമ്മയും ഉപ്പയും പഠിപ്പിക്കാൻ കൊണ്ടാക്കാത്തതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാത്തതായിരിക്കാം. ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ദർസിൽ പഠിക്കുന്ന ഒരു ശീലമൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ആയിരിക്കും സാഹചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഇത് ചോദിക്കാനൊരു അവസരം ഉണ്ടായല്ലോ, ഒരു മനസ്സ്. ഈ മനസ്സ് തന്നെ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കാൻ വേണ്ടി നാം ചെലവഴിക്കണം. കേവലം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായി നാം പഠിച്ചിരിക്കണം. നിസ്കാരത്തിലേക്ക് ഓതാനുള്ളതാണ്. അത് അറബി ഭാഷ പഠിച്ച് എഴുതി തന്നെ പഠിക്കാനുള്ള സമയങ്ങൾ ചിലവഴിക്കണം. ആ രീതിയിലൂടെ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി ഒരു വലിയ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. ഒഴിവായ സമയങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ചിലവഴിക്കണം. പഴയകാലം അങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ പഠിക്കേണ്ടതില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കുട്ടികൾ മദ്രസയിൽ പഠിച്ചതും പഴയതുമായ മുസ്ഹഫുകൾ ധാരാളം വീട്ടിലുണ്ട്. നമ്മൾ പുതിയ മുസ്ഹഫിലാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ പഴയതിന്റെ ശാപം കിട്ടുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ധാരാളം നമ്മുടെ മുസ്ലിം ഭവനങ്ങളിലുണ്ട്. ഇപ്പോൾ മദീനത്ത് പോയപ്പോൾ ഖുർആൻ പ്രസ്, സൗദി അറേബ്യയിലെ ഖുർആൻ പ്രസ് കാണാൻ പോയി. എത്ര മില്യൺ കണക്കിന് ഖുർആനുകളാണ് ഓരോ ദിവസം അവിടെ നിന്ന് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഭവനങ്ങളിൽ നിറച്ചുണ്ട്. നമ്മൾ പുതിയ ഖുർആൻ ഓതും, പഴയത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഓതാതെ ഇരിക്കുന്ന ഖുർആനിന്റെ ശാപം നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും അങ്ങനെ കിട്ടില്ല. പക്ഷെ ആ ഖുർആൻ മറ്റൊരാൾക്ക് ഖുർആൻ ഇല്ലെങ്കിൽ അത് കൊടുക്കണം. അയൽവക്കത്ത് വീട്ടിൽ ഖുർആൻ ഇല്ല, പഠിക്കാൻ പോകുന്ന മദ്രസയിൽ പോകുന്ന മക്കൾക്ക് ഖുർആൻ ഇല്ല എങ്കിൽ നമ്മൾ ആ ഖുർആൻ കൊടുക്കണം. പിന്നെ അത് ഓതാൻ അറിയുന്നവരും അയൽവാസികളിലും നിങ്ങളിലും ഉണ്ടായിട്ട് കൂടി അത് എടുക്കാതെ അവിടെ വെച്ചിരുന്നാൽ മാത്രമേ അതാബ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരു ഖുർആനെങ്കിലും നമ്മൾ ഓതിയാൽ മതി. ഇപ്പോൾ എല്ലാ ഖുർആനും മാറി 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 എടുത്ത് നോക്കണമെന്നില്ല. വല്ലപ്പോഴും ചെതല് കയറിയോ പൊടി പിടിച്ചോ എന്നൊക്കെ നമ്മൾ പേപ്പറും കടലാസും തട്ടി കുടഞ്ഞ് വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഓതുമ്പോൾ എല്ലാ ഖുർആനും മാറി മാറി എടുത്ത് ഓതണമെന്നില്ല. ഒരു ഖുർആൻ തന്നെ ഓതുക. ഖുർആൻ ഓതാതിരുന്നാൽ മുഴുവൻ ഖുർആന്റെ ശാപം കിട്ടും. അപ്പോൾ ഖുർആൻ ഓതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഖുർആനോടുള്ള ആദരവും ബഹുമാനമൊക്കെ അത് സൂക്ഷിക്കുക. അയൽവക്കത്തോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഖുർആൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഇഫ്ദ് കോളേജുകൾ ഉണ്ടെങ്കിൽ, അനാഥ മന്ദിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ധാരാളം മക്കളുണ്ട്. അവർക്ക് എത്ര കിട്ടിയാലും ഖുർആൻ ഇങ്ങനെ ഓതാൻ രാവിലെ ഉച്ചയ്ക്കും രാത്രിക്ക് ഓതും. പള്ളികളിലുണ്ട്, പള്ളികൾ വരുന്നവർ ഓതും. അപ്പോൾ അത് വെറുതെ വെച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ഓതുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൈമാറ്റം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ മകൻ പല പ്രാവശ്യം ഗൾഫിൽ പോയി, രക്ഷപ്പെട്ടില്ല. ആകെ കടമാണ്, പ്രയാസമാണ്. ഒരു പരിഹാരം പറഞ്ഞു തരണം. പ്രിയത്തോടെ ഒരു ഉമ്മ ചോദിച്ചിരിക്കുന്നു. ഒരു പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. തൻ്റെ മകൻ അനേകം പ്രാവശ്യം ഗൾഫിൽ പോയി, ഒരു ജോലിയിലും ഗതി പിടിക്കുന്നില്ല. ഏത് സമയത്തും ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും പരാജയത്തോടെ പരാജയം. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദിക്റ് പറഞ്ഞു തന്നാൽ, നമ്മൾ നിരന്തരം ചൊല്ലുന്നതാണെങ്കിലും ചിലപ്പോൾ പറഞ്ഞു തന്ന് ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടാലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്, ഈ ദിക്റ് തന്റെ മകനോട് നിർബന്ധമായും 5 വഖത്ത് നിസ്കാരത്തിന് പുറകെ ഒരു 101 പ്രാവശ്യം വെച്ച് നിരന്തരം ചൊല്ലാൻ പറയണം. യാ റസ്സാഖു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് 5 വഖത്തിന് കൃത്യമായിരിക്കണം നിസ്കാരം. ഒരു വീഴ്ച വരുത്താൻ പാടില്ല. 5 വഖത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 വഖത്തിൽ നിസ്കരിച്ച് ഈ ദിക്റ് യാ റസ്സാഖു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ്, ഈ ദിക്റ് ചൊല്ലാൻ തന്റെ പ്രിയപ്പെട്ട മകനോട് പറയുക. ക്രമേണ ഇൻഷാ അല്ലാഹ് അല്ലാഹു മാറ്റം തരും. ഞാൻ നിസ്കാരം ചില കാര്യങ്ങൾക്ക് വേണ്ടി നേർച്ച ചെയ്യാറുണ്ട്. അത് ശരിയല്ല എന്ന് ചിലർ പറയുന്നു. ശരി ഏതാണ്? സുബൈദ ഒറ്റപ്പാലത്തു നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ സുബൈദ എന്ന സഹോദരിയുടെ സംശയം, നിസ്കാരമാണ് നേർച്ചയാക്കുന്നത്. ഒരു കാര്യം നടക്കാൻ വേണ്ടി, ഇപ്പോൾ ഭർത്താവിന് നല്ല വിസ കിട്ടാൻ വേണ്ടി, നല്ല ജോലി കിട്ടാൻ വേണ്ടി, മക്കൾ ആഫിലാകാൻ വേണ്ടി, മോക്ക് നല്ലൊരു ആലോചന വരാൻ വേണ്ടി, കച്ചവടത്തിന്റെ ബറക്കത്തിന് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഇങ്ങനെ നിരന്തരം ഓരോ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഞാൻ 10 റക്അത്ത് നിസ്കരിച്ചിരിക്കാം, 100 റക്അത്ത് നിസ്കരിച്ചിരിക്കാം, അങ്ങനെ നിസ്കാരമാണ് നേർച്ചയാക്കി വെക്കുന്നത്. ഇത് അങ്ങനെ നേർച്ചയാക്കുന്നത് ശരിയല്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഏതാണ് ശരി എന്നതാണ്.
കൃത്യമായി നിസ്കാരത്തെ നേർച്ചയാക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ അള്ളാഹുവിന് വേണ്ടി 4 റക്അത്ത് നിസ്കരിച്ചിരിക്കാം, 10 റക്അത്ത് നിസ്കരിച്ചിരിക്കാം, പടച്ചവന് വേണ്ടി അങ്ങനെ നേർച്ചയാക്കി നിസ്കരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, ഇതൊക്കെ നേർച്ചയാക്കുമ്പോൾ നമ്മുടെ ഫർദ് നിസ്കാരങ്ങൾ ഖളാ ഉണ്ടോ എന്നത് പരിശോധിക്കുകയും ആദ്യം ആ ഫർദുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ദുആ, ശത്രുക്കളുടെ ഉപദ്രവം, ശത്രുക്കളെ നിങ്ങൾ ഭയന്നാൽ, അത് അധികാരികളാകുന്ന ശത്രുക്കളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ചില ഉദ്യോഗസ്ഥരാകട്ടെ, അവർ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞങ്ങളെ ചതിക്കും, അധികാരം ദുരുപയോഗപ്പെടുത്തി ഞങ്ങളെ വഞ്ചിക്കും, അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് തോന്നിയാൽ, ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ, ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, അങ്ങനെ ശത്രുക്കൾ നിങ്ങളുടെ മുകളിലേക്ക് ചാടി വീണ് ഉപദ്രവം നടത്തുമെന്ന ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ യാത്ര പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് ഈ ദുആ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ദുആ ചെയ്യാം. കാരണം എന്താ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഏത് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെന്നാലും ഈ ദുആ ചെയ്തിട്ട് പോയാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഈ ദുആ കൊണ്ടുള്ള നേട്ടം. അതാണ് അധികാരികളാണെങ്കിലും ആരാണെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നമ്മുടെ മേലുണ്ടാവരുത് എന്ന് അർത്ഥം വരുന്ന ഒരു നല്ല ദുആ. ആ ദുആ ഇൻഷാ അല്ലാഹ് എഴുതിയെടുത്തോ, ശരിക്കും നമുക്ക് ഉപകാരപ്പെടും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ മിന്നാ വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ മിന്നാ. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ മിന്നാ. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ മിന്നാ വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ. വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ. ഒന്നുകൂടി. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ മിന്നാ വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ. അർത്ഥം കൂടി പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുമക്കിനിൽ അഅദാഅ, ശത്രുക്കൾക്ക് നീ ഞങ്ങളിൽ സൗകര്യപ്പെടുത്തി കൊടുക്കരുത്, ഫീന വലാ മിന്ന, ഞങ്ങളിൽ നിന്നും നീ ശത്രുക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കരുതേ അല്ലാ. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ, നീ ശത്രുക്കൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കരുത്, ഫീന, ഞങ്ങളിലും, വലാ മിന്ന, ഞങ്ങളിലും ശത്രുക്കൾക്ക് നീ സൗകര്യം ചെയ്തു കൊടുക്കരുത്, വലാ തുസല്ലിതുഹും അലൈന, ഞങ്ങൾക്കെതിരെ നീ അവർക്ക് അധികാരം കൊടുക്കരുത്, ബിദുനൂബിന, ഞങ്ങളുടെ പാപക്കറകൾ കാരണമായി, ഞങ്ങൾ തെറ്റുകാരാണ്, സമ്മതിച്ചു റബ്ബേ, പക്ഷെ അത് കാരണമായി ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങളുടെ മേൽ നീ അധികാരം കൊടുക്കരുത്, ഞങ്ങളിലും ഞങ്ങളുടെ രീതിയിലും നീ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യരുത് എന്ന ദുആ. ഒരിക്കൽ കൂടി അറബ് ഞാൻ പറയാം. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ മിന്നാ വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ. ഈ ദുആ വളരെ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കുന്ന ദുആ ഒരുപാട് കത്തുകളിൽ, ഒരുപാട് ഫോൺ കോളുകളിൽ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. ഉസ്താദെ, മോളെ ഒരുക്കി വിടുമ്പോൾ മോൾക്ക് കണ്ണേറ് ബാധിക്കുമോ എന്ന പേടിയുണ്ട്, നല്ല വീട് വെക്കുമ്പോൾ കമ്പേറ് ബാധിക്കുമോ എന്ന പേടിയുണ്ട്, നാവേറു ബാധിക്കുമോ എന്ന പേടിയുണ്ട്. ആ പേടിക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ, അങ്ങനെയുള്ള ഒരു ഇടങ്ങേറുകളും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ആ ഭയപ്പെടുന്ന സമയത്ത് ചൊല്ലാനുള്ള ഒരു ദുആ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നാം പഠിക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, പഠനങ്ങൾ പുരോഗമനപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രോഗ്രാമിനെ സഹായിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളി തഴവയിലും പിന്നെ നമ്മുടെ പത്തനാപുരത്തും മലപ്പുറം ജില്ലയിൽ ഇടപ്പാളുമുള്ള അവരുടെ സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി തന്നെ രോഗികൾക്കൊരു വലിയ ആശ്വാസം കൊടുക്കുന്ന,
ആ പ്രകൃതി എന്ന പേര് പോലെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ചികിത്സാ രീതികൾ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഷഫീഖ് ഡോക്ടർക്ക് പേര് പോലെ തന്നെ ഷിഫായിൻ്റെ മരുന്നുകൾ വിഭവം ചെയ്യാൻ അള്ളാഹു തൗഫീഖും കരുത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, അടുത്ത ആഴ്ചയിൽ മനോഹരമായ മറ്റൊരു അധ്യായമാണ് നാം പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ ആദിയാത്ത്. കൊതിയോടെ കാത്തിരിക്കുക, ആ സംശയങ്ങൾ എഴുതിയറിയിക്കുക. നിങ്ങളുടെ വിലപിടിപ്പുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ അയക്കേണ്ടുന്ന വിലാസം അൽ ജവാബ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി അതിന് താഴെ AM നൗഷാദ് ബാഖവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുളം, മുടപുരം BO, ചിറയിൻകീഴ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കുക. ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്നുള്ള ഖുർആനിന്റെ ചർച്ചകളുമായി വരും ആഴ്ചയിൽ ഇതേ സമയം, ഇതേ ദിവസം, ഇതേ പ്രോഗ്രാമുമായി ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.